നമ്മുടെ സന്തോഷത്തെക്കുറിച്ച് നമ്മുടെ കർത്താവിന് വളരെ കൺസേണാണ്. തൻ്റെ മക്കൾ എന്നും സന്തോഷത്തിലായിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സദൃശവാക്യം 17:22 നാം ഇങ്ങനെ കാണുന്നു: സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. A merry heart does good like medicine, but a broken spirit dries the bones. നമ്മുടെ ഹൃദയം സന്തോഷമായിരിക്കുക എന്നുള്ള ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനെതിരെ പോരാടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ നാം സന്തോഷത്തോടെ ആയിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പലവിധ ചിന്തകളും ഭാരങ്ങളും സംസാരങ്ങളും ഒക്കെ ഇട്ട് നമ്മുടെ മനസ്സിനെ അലട്ടുക എന്നുള്ളത് ഒരു പൈശാചിക തന്ത്രമാണ്. എന്നാൽ അതിനെ ജയിപ്പാൻ തക്കമുള്ള ഒരു കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഫിലിപ്പിയൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതുവാനിടയായി തീർന്നിരുന്നു. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു: ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെ എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, അത് നിങ്ങൾക്ക് ഉറപ്പുമാകുന്നു. ഈ കാര്യം പിന്നെയും പറയുന്നതിൽ എനിക്ക് മടുപ്പില്ല, അത് മാത്രമല്ല നിങ്ങൾക്കത് ഉറപ്പുമാകുന്നു. ഈ ലോകത്തിൽ സന്തോഷിക്കാനോ നല്ല രീതിയിൽ ഹൃദയമൊന്ന് ദൈവത്തിൽ പങ്കുവെക്കാനോ ഇല്ലാത്ത ഒത്തിരി സാഹചര്യങ്ങൾ കൂടിയായിരിക്കും ഒരുപക്ഷെ നാം കടന്നു പോകുന്നത്. എന്നാൽ ദൈവത്തിൽ കൂടി അപ്പോസ്തലൻ പറയുകയാണ്: കർത്താവിൽ സന്തോഷിപ്പീൻ. ഈ ലേഖനം ഉടനീളം പറയാറുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും യാചനയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുക എത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കുവാനിടയാകും. ഈ ഫിലിപ്പി ലേഖനം തന്നെ 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവം കൊടുത്ത കൽപ്പനയാണ് പരിച്ഛേദന എന്നുള്ളത്. എന്നാൽ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവജനം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പരിച്ഛേദന ഹൃദയ പരിച്ഛേദനയാണ്. നാം ആരാധിക്കുന്ന ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ നമസ്കരിക്കുന്നവർ, ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാകുന്നു. എന്നാൽ അങ്ങനെ ആരാധിപ്പാൻ തക്കവണ്ണം നമ്മെ തന്നെ നമുക്കൊന്ന് വിട്ടുകൊടുക്കുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. എങ്ങനെയാണ് നമ്മെക്കുറിച്ചുള്ള പരിച്ഛേദനയോടെ കാണും? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ജഡത്തിൽ പ്രശംസിക്കാൻ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കാം. എന്നാൽ അതിനേക്കാളെല്ലാം അപ്പുറമായി കർത്താവിൽ പ്രശംസിപ്പാൻ തക്കവണ്ണം, കർത്താവിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ജഡത്തിൽ ആശ്രയിക്കുന്നത് അത്ര കണ്ട് നമ്മളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നില്ല. ജഡത്തിൽ ആശ്രയിക്കുന്നത്, ജഡത്തിൽ നമ്മുടെ ആശ്രയം വെച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. അതിന് ഹൃദയ പരിച്ഛേദന ആവശ്യമാണ്. മറ്റുള്ളവരെന്ത് ചിന്തിക്കും, എന്ത് വിചാരിക്കുമെന്നൊന്നും നോക്കിയിട്ടല്ല, ആത്മാവുള്ള ദൈവത്തെ എൻ്റെ അന്തരാത്മാവ് കൊണ്ട് ദൈവം എനിക്ക് നൽകിയ ആത്മാവിൻ്റെ ശക്തിയാൽ ആരാധിപ്പാൻ എൻ്റെ കഴിവിനേക്കാൾ, എൻ്റെ പ്രാഗൽഭ്യത്തെക്കാൾ, എൻ്റെ മിടുക്കിനേക്കാൾ, എൻ്റെ ബലത്തെക്കാൾ എല്ലാം അപ്പുറമായി ദൈവം എനിക്ക് നൽകിയിരിക്കും തൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ, അവിടുത്തെ ബലത്താൽ ആരാധിപ്പാനുള്ള ബലം അതെനിക്കുണ്ട് എന്ന് വിശ്വസിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുകയും യേശുവിൽ പ്രശംസിക്കുകയും ചെയ്യുവാനിടയാകട്ടെ. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിപ്പാനിടയാകട്ടെ. ജഡത്തിൽ പ്രശംസിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമല്ല. പലപ്പോഴും നാം തകരപ്പെടുമ്പോൾ, വേദനയിൽ കൂടി കടന്നു പോകുമ്പോൾ, നമ്മുടെ ജഡത്തെ മുറിക്കുന്നത് പോലുള്ള അനുഭവങ്ങൾ കൂടിയൊക്കെ പോകുമ്പോൾ നാം ഇല്ലാതായി തീരുമെന്നൊക്കെ ചിന്തിക്കാറുണ്ട്.
എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന ദൈവം നമ്മെ നുറുക്കുമ്പോൾ ദൈവവചനം പറയുന്ന പോലെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയ നുറുക്കത്തോടെ തകർന്ന മനസ്സോടെ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിലുള്ള സന്തോഷം എൻ്റെ ബലമാകുന്നു, അതെൻ്റെ ആരോഗ്യമാകുന്നു. നാം പ്രാരംഭത്തിൽ വായിച്ചതുപോലെ സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. അങ്ങനെ കർത്താവിലുള്ള സന്തോഷം നമ്മുടെ ശരീരത്തിന് ബലവും ആരോഗ്യവും വിടുതലുമായി തീരട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന ഒത്തിരി രോഗങ്ങൾ കാണാം. ആ രോഗങ്ങൾക്ക് പലതിനും കാരണം മാനസികമായി നാം അനുഭവിക്കുന്ന വ്യതയാണ്. അത് നമ്മുടെ മാനസിക സന്തോഷത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ നിലനിൽപ്പിനെയൊക്കെ ഉന്നം വെച്ചുകൊണ്ട് പോരാടുന്ന പൈശാചിക തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് കർത്താവിൽ സന്തോഷിപ്പാൻ, ആ ബലം ഏറ്റെടുക്കുവാൻ വേണം ഇടയായിത്തീരട്ടെ. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുക, അത് നിലനിൽക്കുക, പൂർണ്ണതയിലേക്ക് വന്ന് അവിടെ തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിൽ ഇങ്ങനെ സന്തോഷിപ്പി, അങ്ങനെ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. ഇന്ന് ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവിടെ കാണാമെന്നാൽ കർത്താവിലെങ്കിലും ഒന്ന് സന്തോഷിപ്പാനൊന്ന് ആഗ്രഹിക്കാം. അതിനുവേണ്ടി ഒന്ന് തീരുമാനമെടുക്കാമോ? സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ടൊന്ന് വെക്കാമോ? ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുക. ജഡത്തിലുള്ള പ്രശംസകളെല്ലാം മാറ്റിയിട്ട് ക്രിസ്തു യേശുവിൽ പ്രശംസിപ്പാനിടയാകട്ടെ. ജഡത്തിലുള്ള ആശ്രയമെല്ലാം എടുത്തു മാറ്റി കർത്താവിൽ എൻ്റെ ബലമാണെന്നൊന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങി, അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ആരും കാണത്തില്ല കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, ആരും കാണത്തില്ല കൂടെ ഇരുന്ന് ആരാധിക്കാൻ. എന്നാൽ ദൈവ സാന്നിധ്യത്തിൽ അങ്ങോട്ട് നിറങ്ങിച്ചെന്നേ. ആ സാന്നിധ്യത്തിലുള്ള ബലം നാം ഏറ്റെടുക്കുമ്പോൾ അത് നമുക്ക് ആരോഗ്യമായി വിടുതലായി തീരുകയാണ്. അങ്ങനെ ആ സന്തോഷത്തിലേക്കൊന്ന് വരുവാനിടയാകട്ടെ. അതെ എൻ്റെ സഹോദരന്മാരെ, കർത്താവ് സന്തോഷിപ്പി. അത് പിന്നെയും പിന്നെയും പറയുന്നതിൽ എനിക്ക് മടുപ്പില്ല, അത് നിങ്ങൾക്ക് ഉറപ്പുമാകുന്നു. ഇന്ന് അതൊരു ഉറപ്പായി തീരട്ടെ. കർത്താവിലുള്ള സന്തോഷം നമുക്കൊരു ബലമായി തീരട്ടെ, അത് ആരോഗ്യമായി തീരട്ടെ, രോഗസൗഖ്യമായി വ്യാപരിക്കട്ടെ, സന്തോഷമായി നിലനിൽക്കട്ടെ, നിലനിൽക്കുന്ന സന്തോഷമായി തീരട്ടെ. അത് നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരട്ടെ. നാം അനുഭവിക്കുന്ന ആ സന്തോഷം, ദൈവ സാന്നിധ്യം, അത് മറ്റുള്ളവരിലേക്ക് പകരുവാനിടയാകട്ടെ. മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കുന്നതായി തീരട്ടെ, ആരോഗ്യം കൊടുക്കുന്നതായി തീരട്ടെ, നാം ആയിരിക്കുന്ന അന്തരീക്ഷത്തെ മാറ്റുന്നതായി തീരട്ടെ, അവിടെ വെളിച്ചം പകരുന്നതായി തീരട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ തേജസ്സോടെ നമുക്ക് പ്രകാശിക്കാം. കർത്താവ് വരുന്നു. അതിനുവേണ്ടി വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലസ് യു. താങ്ക് യു.